ഹായ് ഗേയ്സ്, ഹരിശങ്കർ കാലിക്കറ്റ്. ഞാൻ മെഡിക്കൽ കോളേജിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്തിൻ്റെ മക്കളെ കണ്ടു. കയറി ചായ കുടിക്കാൻ പോവുകയാണ്. അവരും ജോലി കഴിഞ്ഞ് വരികയാണ്. അങ്ങനെ ഞങ്ങൾ കച്ചേരി ഇറങ്ങി മെഡിക്കൽ വെള്ളിവാറമ്പ് റൂട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുണ്ടിക്കത്തായം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ബിന്ദു എന്നൊരു ഹോട്ടലുണ്ട്. നല്ല ഫുഡാണ്. കയറി എന്ന് പറഞ്ഞാൽ പോവുകയാണ്. ഞാനിതുവരെ ബിന്ദു ഹോട്ടൽ കണ്ടിട്ടില്ല. ബിന്ദു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇവർ രണ്ടുപേരും പോയിട്ടുണ്ട് മുൻപേ. അപ്പോൾ നല്ല ഫുഡാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ കൂട്ടിക്കൊണ്ട് പോയത്. അങ്ങനെ ഞങ്ങളിപ്പോൾ മെഡിക്കൽ കോളേജ് ഇറങ്ങി വെള്ളിവാറമ്പ് റൂട്ടിൽ കയറാൻ പോവുകയാണ്. വെള്ളിവാറമ്പ് റൂട്ടിൽ കൂടെ പോവുകയാണ്. കച്ചേരി കയറി വെള്ളിവാറമ്പ് വരമ്പിനടുത്ത് എത്താനായി. വരമ്പിലെത്തി വയനാട് റൂട്ടിലേക്ക് കയറാണ്. വയനാട് റൂട്ടിൽ നിന്ന് കുന്നമംഗലം റോഡ്, കുന്നമംഗലം റൂട്ടിലേക്കാണ് കയറുന്നത്. വയനാട് സ്കൂളിലേക്ക് പോകുന്ന റോഡാണിത്. 70 കൊല്ലം പഴക്കമുള്ള സ്കൂളാണ്. ഈ റോഡ് പോകുന്നത് കുന്നമംഗലം, വയനാട്, കൊടുവള്ളി, താമരശ്ശേരി റൂട്ടാണ്. അതായത് വയനാട് റോഡാണിത്. വയനാട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഞങ്ങളിപ്പോൾ വയനാട് റൂട്ടിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭക്ഷണമെന്ന് പറഞ്ഞിട്ടാണ് അവരെന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹോട്ടലിനെ പറ്റി അറിയുന്നത്. ഈ ഹോട്ടലിൽ നല്ല ഫുഡാണെന്ന് പറഞ്ഞിട്ടാണ് അവരെന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. പോയി നോക്കട്ടെ, എന്താവുമെന്നറിയാം. വയനാട് റൂട്ടിൽ കൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ വണ്ടി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. വയനാട് റൂട്ടിൽ കയറി സ്കൂളിൻ്റെ അടുത്തെത്താറായി. അങ്ങനെ മുണ്ടിക്കത്തായം ജംഗ്ഷനിലെത്താനായിരുന്നു. മുണ്ടിക്കത്തായം ജംഗ്ഷനിലാണ് ആ ഹോട്ടൽ ബിന്ദു. മുണ്ടിക്കത്തായം ജംഗ്ഷനിലെത്താനായി എത്തിക്കൊണ്ടിരിക്കുന്നു. നല്ല ഭക്ഷണമാണ്, നല്ല ഫുഡാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. മുമ്പിലൊരാൾ പോകുന്നുണ്ട്. അവനാണ് ഇതിൻ്റെ സൂത്രധാരൻ. മുണ്ടിക്കത്തായം എത്താറായി. ഭയങ്കര തിരക്കാണ്. റോഡ് ഭയങ്കര തിരക്ക് പിടിച്ച റോഡാണ്. തിരക്കുള്ള റോഡിൽ കൂടിയാണ് പോകുന്നത്. വൈകുന്നേരം ആയതുകൊണ്ട് തിരക്കുണ്ട്. വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും പിള്ളേരെ കൂടെ പോവുക, ഭക്ഷണം കഴിക്കാനാണല്ലോ എന്ന് കരുതി പോവുക. പോയി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഭക്ഷണം എങ്ങനെയുണ്ടാണ്, ഭക്ഷണം സൂപ്പറാണോ എന്നറിയാൻ. മുണ്ടിക്കത്തായം എത്താറായി. ഹോട്ടൽ ബിന്ദു മുണ്ടിക്കത്തായം ജംഗ്ഷനിലാണ് ഹോട്ടൽ. മുണ്ടിക്കത്തായം എത്തിക്കൊണ്ടിരിക്കുന്നു. മുണ്ടിക്കത്തായം എത്താറായി. മുണ്ടിക്കത്തായം ജംഗ്ഷനിലാണ് ആ ഹോട്ടൽ നിൽക്കുന്നത്. ഹോട്ടൽ ബിന്ദു. നല്ല രുചികരമായ ഭക്ഷണമാണ്.
നല്ല ഹോട്ടലാണ്, നല്ല വൃത്തിയുള്ള ഹോട്ടലാണ് എന്നെല്ലാം പറഞ്ഞിട്ടാണ് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആദ്യമായിട്ട് പിള്ളേരെ വിളിക്കുമ്പോൾ പോകാതിരിക്കാൻ പറ്റില്ല, പോട്ടെ. ഇതാ മുണ്ടിക്കത്തായി എത്തിക്കൊണ്ടിരിക്കുന്നു, ഹോട്ടലിലെത്താറായി. മുണ്ടിക്കത്തായി എത്തിക്കൊണ്ടിരിക്കുന്നത്. തിരക്കാണ് റോഡ് എങ്കിലും ആ ജംഗ്ഷനിൽ തന്നെ കാണാതെ ആ ഹോട്ടലിൻ്റെ പേര് കാണുന്നു. മുണ്ടിക്കത്തായം ജംഗ്ഷൻ എത്തി. മുണ്ടിക്കത്തായം ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞു. ഹോട്ടൽ ബിന്ദു, അതാ ബോർഡ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോർഡ് കണ്ടു, ഹോട്ടൽ ബിന്ദു. ഇതാണ് ഹോട്ടൽ ബിന്ദു. ആ ജംഗ്ഷനിൽ തന്നെയാണ് ഹോട്ടൽ. ഞങ്ങൾ ഹോട്ടലിലെത്തി ഭക്ഷണത്തിന് ഓർഡർ ചെയ്തു. എനിക്ക് അവർ ചിക്കനൊക്കെ വാങ്ങി, ചിക്കൻ ഫ്രൈയും പൊറോട്ടയൊക്കെ വാങ്ങി. പക്ഷേ ഞാൻ പൊറോട്ട മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പക്ഷേ പൊറോട്ട കറിയില്ലാതെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. കറിയില്ലാതെ ചൂടുള്ള പൊറോട്ട കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. കൊള്ളാം, കുഴപ്പമില്ല, നല്ല ഹോട്ടലാണ്, നല്ല വൃത്തിയുണ്ട്, നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു ഹോട്ടൽ, നല്ല ഭക്ഷണമാണ്, നല്ല ഫുഡാണ്. പൈസ കൊടുത്ത് ഞങ്ങൾ ഇറങ്ങി. മുണ്ടിക്കത്തായത്ത്